ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം ബദറാണ്. പക്ഷെ ബദറിനൊരു പ്രത്യേകത ഉണ്ട്. ബദറിന്റെ നായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ നേരിടാൻ വാളും എടുത്തിട്ട് മുമ്പിലുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പ്രതിരോധം സൃഷ്ടിക്കുന്ന ചില ആളുകൾ കോഴിക്കോട്ടെ ആപ്പീസിൽ ഒളിച്ചിരുന്നിട്ട് പാവപ്പെട്ട കുട്ടികളെ കോട്ടക്കലിലേക്ക് പറഞ്ഞുവിടുന്ന ഭീരുക്കളാണ്. എവിടെയാണോ പ്രതിരോധം? എവിടെയാണ് പ്രതിരോധം? എന്താണ് പ്രതിരോധം? മലയാള ഭാഷ കൊണ്ട് കസർത്ത് നടത്തിയിട്ട് പ്രതിരോധത്തെ, തീവ്രവാദത്തെ പ്രതിരോധമാക്കാമെന്ന് ദയവു ചെയ്ത് NDF-കാരൻ വിചാരിക്കണ്ട. പ്രതിരോധം എന്താ? ഞാൻ ചോദിക്കട്ടപ്പോ മുഹമ്മദ് കൊല്ലപ്പെട്ടല്ലോ. ഇവിടെ ഇരിട്ടിയിൽ NDF-കാരനായ മുഹമ്മദ് സുബൈ നമസ്കരിക്കാൻ പോവാണ് പള്ളിയിലേക്ക്. RSS-ന്റെ 10ഓളം വരുന്ന ഗുണ്ടകൾ, തീവ്രവാദികൾ മുഹമ്മദിനെ വെട്ടിക്കൊന്നു. എന്താ RSS നേരം പറയേണ്ടത്? ഞങ്ങൾ മുഹമ്മദിനെ പ്രതിരോധിച്ചതാണ്. അങ്ങനെയാ? ഒരുത്തനെ പോയി 10 ആൾ പ്രതിരോധിക്കല. അതിന് പകരം വെട്ടിയല്ലോ NDF-കാരൻ. എങ്ങനെ പകരം വെട്ടിയത്? ബസ്സിൽ പോകുന്ന അശ്വനികുമാറിനെ 10ഓളം വരുന്ന NDF-കാർ വെട്ടിക്കൊലപ്പെടുത്തി. എന്താ NDF-കാരൻ പറഞ്ഞത്? അശ്വനികുമാറിനെ ഞങ്ങൾ 10ഓളം NDF-കാർ പ്രതിരോധിച്ചതെന്ന. നട്ടപ്പാതിരക്ക് ഒറ്റക്ക് പോകുന്നവനെ മുഖം മൂടിയിട്ട് പിറകിൽ നിന്ന് ആക്രമിക്കുന്നതിൽ എവിടെയാണ് പ്രതിരോധം ഉള്ളത് എന്ന് നിങ്ങൾ പറയണം. എവിടെയാണ് പ്രതിരോധം? ചിലര് മുഖം മൂടിയിട്ടിട്ട് ആക്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ, താബിങ്ങളുടെ ചരിത്രത്തിൽ മുഖം മൂടിയിട്ട് ഷഹീദാകാൻ പോയാലും മുഖം മൂടിയിട്ടിട്ട് യുദ്ധം നടത്തിയൊന്നും കാണാൻ പറ്റൂല. എന്തിനാണോ നട്ടപ്പാതിരക്ക് ആളെ കൊല്ലാൻ ഒരു സംഘടന കൊട്ടേഷൻ പാർട്ടിനെ ഏൽപ്പിച്ചാൽ പോരെ? എറണാകുളത്തുള്ള അവര് ചെയ്തൂടെ? അതിനെന്തിനാ നിങ്ങളിങ്ങനെ കരാട്ടയും കുമ്പൊക്കെ പഠിച്ച് നിങ്ങൾ റെഡിയായി നിൽക്കേണ്ട കാര്യം? വല്ല കാര്യമുണ്ടോ? അത് ആ സമയമാകുമ്പോൾ ആരാണ് ഖാദർ സാഹിബിനെ തട്ടുന്നെങ്കിലും അപ്പം ഏൽപ്പിച്ചു കൊടുക്കുക, ഇന്ന തട്ടുന്നെങ്കിൽ അപ്പം ഏൽപ്പിച്ചു കൊടുക്കുക. അവർ പെട്ടെന്ന് തീർത്തരൂ. കൈയും കാലും വെട്ടാണ് റേറ്റ് കൂടുതൽ. കാരണം എന്താ? കൈ വെട്ടിയാൽ മറ്റേ കൈ ബാക്കിയുണ്ട്, ഓൻ പിന്നെയും വരും. അതുകൊണ്ട് തല വെട്ടാൻ റേറ്റ് കുറവാണ്. അതോടെ തീർന്നല്ലോ, അതോടെ തീർന്നു. കൊട്ടേഷൻ പാർട്ടിനെ ഏൽപ്പിക്കുക. അതിന് ഖുർആൻ ഉപയോഗിക്കണ്ട, അതിന് ഹദീസ് ഉപയോഗിക്കണ്ട, അതിന് പാട്ടപ്പിരിവ് വേണ്ട, അതിന് സ്റ്റഡി ക്ലാസ് വേണ്ട. ആളെ കൊല്ലുന്നവർ നട്ടപ്പാതിരക്കാളുകളെ ആക്രമിച്ചിട്ട് പ്രതിരോധത്രേ. എവിടെയാ പ്രതിരോധം? ഇസ്ലാമിന് വേണ്ടിയല്ലെന്ന ഒറ്റ ചോദ്യം. തീർന്നോ? ഇസ്ലാമിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പോക്രിത്തരങ്ങൾക്ക് അത് ന്യായീകരണ? ഇസ്ലാമിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഗുണ്ടായിസത്തിന് ന്യായീകരണമാ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഏത് അതിക്രമങ്ങൾക്കും ഇസ്ലാമിന്റെ ന്യായീകരണം ഉണ്ടാവില്ല. ഇസ്ലാമിൽ ലക്ഷ്യം മാത്രമല്ല പ്രധാനം, മാർഗവും പ്രധാനമാണ്. മാർഗവും പ്രധാനമാണ്. പ്രവാചകൻ തിരുമേനി ഒരിക്കലും കരയുകയാണ്. സഹാബികൾ യുദ്ധത്തിന്റെ വാർത്തകൾ ഇങ്ങനെ പറയുമ്പോ, കുട്ടികൾ ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ കരയുന്ന പ്രവാചകനോട് സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, ഓരോന്നും നമ്മളുടെ കുട്ടികളല്ലല്ലോ, ശത്രുക്കളുടെ കുട്ടികളല്ലല്ലേ? പ്രവാചകൻ പറഞ്ഞു, അവർ മനുഷ്യരുടെ കുട്ടികളാണോ? അവർ മനുഷ്യരുടെ കുട്ടികളാണോ? ഉത്തരമുണ്ടായിരുന്നില്ല സഹാബത്തിന്. നിഷ്കർഷ ബുദ്ധിയോടെ പ്രവാചകൻ പറഞ്ഞു, ഒരു യുദ്ധത്തിൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുതേ, സ്ത്രീകളെ കൊല്ലരുതേ, വൃദ്ധന്മാരെ കൊല്ലരുതേ, പോകുന്ന വഴികളിൽ നിർജീവങ്ങളായ മരങ്ങൾ മുറിക്കരുതേ, ശത്രുവിന്റെ പറകുന്നു കുത്തരുതേ, അവന്റെ മുഖത്ത് മുറിവേൽപ്പിക്കരുതേ, യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ചതല്ലാത്ത ഒരു സ്വത്തൊടുക്കരുതേ, ശത്രുവിനെ അല്ലാതെ അവന്റെ കുടുംബത്തെ ആക്രമിക്കരുതേ. വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ നാമത്തിൽ നീ യുദ്ധത്തിന് പോയിക്കോ. അള്ളാഹുവിന്റെ നാമത്തിൽ അവന്റെ മാർഗത്തിലാകുമ്പോൾ ചില നിബന്ധനകൾ ഉണ്ടാകും. നിങ്ങളെ മാർഗത്തിലാണെങ്കിൽ ഒരു നിബന്ധനയില്ല. മുഖം മൂടിടാം, പറകുന്ന് വെട്ടാം, കാല് വെട്ടാം, കൈ വെട്ടാം, കണ്ണു ചൂടാം, ഓക്കെ. അള്ളാഹുവിന്റെ മാർഗത്തിലാണോ? അതിന് കവിയരുത്, വഞ്ചന കാണിക്കരുത്, ചിത്രപഥം ചെയ്യരുത്, കണ്ണു ചൂടുന്ന്, കാല് വെട്ടി, കൈ വെട്ടി അരുത്. ശത്രുവിന്റെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ടാകും, ശത്രുവാണ്, പക്ഷെ കൊല്ലരുത് കേട്ടോ. ശത്രുവിന്റെ കൂട്ടത്തിൽ കുട്ടികൾ ഉണ്ടാകും, ശത്രുവാണ്, പക്ഷെ കൊല്ലരുത് കേട്ടോ, നിഷ്കളങ്കരാണ്. ശത്രുവിന്റെ കൂട്ടത്തിൽ സ്ത്രീകൾ ഉണ്ടാകും, നിങ്ങൾ കൊല്ലരുത് കേട്ടോ. അവരബലകളായ സ്ത്രീകളാണ്. മഠങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവൻ ആ മഠത്തിൽ നിന്നിറങ്ങി വന്ന് നീയുമായൊരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് വരെ അരുത്, കൊല്ലരുത്. പ്രവാചകൻ എന്താണ് ഒരു യുദ്ധത്തിന് പോകുന്നവൻ? എന്ത് യുദ്ധം? സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട യുദ്ധത്തിന് പോകുന്നവരോട് പ്രവാചകൻ പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു എന്തിനാ നമ്മളൊക്കെ ഈ പണിയൊക്കെ എടുക്കുന്നത്? എത്ര മതസംഘടനകൾ പരസ്പരം തർക്കിച്ചിട്ട് തീരണില്ലല്ലോ. എന്തിനാ തർക്കിക്കുന്നത്? തന്റെ വാദങ്ങളുടെ ക്ലാരിറ്റി എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? എല്ലാവരും പറയുന്നു ഈ വഴിക്കാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്, ആ വഴിക്കാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്, അല്ലേ? സ്വർഗമാണ് ലക്ഷ്യം, സ്വർഗമാണ് ലക്ഷ്യം. പ്രവാചകൻ ആ സ്വർഗത്തിനൊരു പേരിട്ടിട്ടുണ്ട്, ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട്. സമാധാനത്തിന്റെ വീടാത്. ആ വീട്ടിലേക്ക് പോകാൻ ചോരയാ ഒഴുക്കേണ്ടത്. സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോകാൻ അക്രമമാണ് നടത്തേണ്ടത്. സമാധാനത്തിന്റെ വീട്ടിലേക്ക് പോകാൻ സ്പർദ്ധയാണ് ഉണ്ടാക്കേണ്ടത്. പറയണം നിങ്ങൾ സലാം. അള്ളാഹുവിന് എത്ര സിഫത്തുകളുണ്ട്. ഏതു സിഫത്താ നമ്മൾ പറയാറ്? ഏതാ പറയാറ്? ഖുർആൻ ഓതുമ്പോ 2 വരി ഓതുമ്പോ ചൊല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഴിപ്പെട്ടവർക്ക്, വഴിപ്പെടാത്തവർക്ക് കരുണ ചെയ്യുന്ന കരുണാമയനായ അള്ളാഹു.
വെറുകരണ പരമകാരുണ്യവാൻ, മോസ്റ്റ് മെർസിഫുൾ എന്നാണ്. അതിനപ്പുറം കരുണാവാരിധി ഇല്ല. ഭൂമിയിൽ അല്ലാഹു കരുണ ചെയ്യുന്നവരെ ആകാശത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കരുണ ചെയ്യാൻ. പ്രവാചകൻ പറഞ്ഞു, ഇവിടെ കരുണ ചെയ്യാത്തവനോട് അല്ലാഹു അവിടെ കരുണ കാണിക്കുമെന്ന് വിചാരിക്കരുതേ. വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ശത്രുവിനെ കാണരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യുദ്ധത്തിന് പോകുമ്പോ ശത്രുവിനെ കണ്ടിട്ടില്ലെങ്കിൽ യുദ്ധം ഉണ്ടാവില്ല. യുദ്ധം കൊതിച്ചു നടന്ന മതമല്ല ഇസ്ലാം. ശത്രുവിനെ കാണരുതേ എന്ന് നമ്മളോ കേസറ്റിറക്കാണ് ശത്രുവിനെ കണ്ടുപിടിക്കാൻ. ബൈനോക്കുളർ വെച്ച് ഇങ്ങനെ തപ്പുകയാണ്. ശത്രുവിനെ എവിടെങ്കിലും കിട്ടുമോ? പ്രസംഗിച്ചിളക്കാൻ പറ്റുമോ? കത്തിക്കുത്തി നടത്തി ഉണ്ടാക്കാൻ പറ്റുമോ? ലേഖനം എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ? ശത്രുവിനെ തെരഞ്ഞു പിടിക്കുകയാണ്. ശത്രുവിനെ എന്താ താനൂരുണ്ടായത്, എന്താ തിരൂരുണ്ടായത് പറയുന്നത്. എന്നിട്ട് പറയുന്നു സമുദായത്തെ രക്ഷിക്കാനാണ്. സമുദായത്തെ രക്ഷിക്കുകയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം, ഒറ്റ ഉപകാരം. ഷഹീദും ജിഹാദും ഏർപ്പാടൊന്നും വേണ്ട. നിങ്ങൾ ആരെയും കുത്തുക വെട്ടുക എന്തും ചെയ്തോ, വെട്ടിയിട്ട് ആ കത്തിയായിട്ട് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവുക. ഞാനിങ്ങനെ സമുദായത്തിനോട് ഒരു ജിഹാദ് നടത്തിയിട്ട് വരിക എന്ന് പറയാം. മിനിമം. വലിയ റിസ്ക് ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പണി ചെയ്യോ, മിനിമം ചെയ്യോ ഇല്ല. എന്നിട്ട് വെട്ടിയിട്ട് അടുത്ത വണ്ടിക്ക് കർണാടകയിൽ കയറുക. എന്നിട്ട് അല്ലാഹു അക്ബർ അവിടുന്ന് ഇവിടെ വാപ്പയും ഉമ്മയും മക്കളൊക്കെ റോട്ടുമല് ഇല്ലേ. താനൂര് 4 വീട്ടിലെ RSSകാർ കയറിയത്. 86 വീടുകൾക്കിടയിൽ 4 വീട്ടിലാണ് മുട്ടിയത്. ഫൈസലുണ്ടോ അവിടെ? NDF-കാരൻ. വാതിൽ തുറന്നത് മാനസിക രോഗിയായ സഹോദരൻ വെട്ടി. മറ്റൊരു വീട്ടിൽ ഉമ്മ വെട്ടി. മറ്റൊരു വീട്ടിൽ വാപ്പ, ഒരു വാപ്പനെയും വെട്ടി. മറ്റൊരു വീട്ടിൽ മറ്റൊരു സഹോദരൻ, അവനെയും വെട്ടി ഇല്ലേ, അവനെയും വെട്ടി. അപ്പൊ NDF-കാരൻ പ്രതിരോധം. മൂപ്പര് വിവരം അറിഞ്ഞിട്ട് നേരത്തെ തടിയെടുത്തു. കരാട്ടയിൽ ഓട്ടുണ്ട്, അത് ഗുണം ചെയ്തു. സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. ഓൻ തടിയെടുത്തു. പ്രതിരോധം. സ്വന്തം ഉമ്മാനെ വെട്ടുമ്പോ, ആക്രമിക്കുമ്പോ അതിനെ പ്രതിരോധിച്ചിട്ട് ഷഹീദാവാനുള്ള നട്ടലില്ലാത്തവൻ, മാനസിക രോഗിയായ സഹോദരനെ രക്ഷിക്കാത്തവൻ, ഇവന്റെ കരാട്ടയാണ് സമുദായത്തെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് വിശ്വസിക്കണോ? സമുദായത്തെ രക്ഷിക്കൂത്രേ. അല്ലെങ്കിൽ കരാട്ടയും കുമ്പൊക്കെ സമുദായത്തെ രക്ഷിക്കാൻ പറ്റുന്ന ഏർപ്പാട്. അവനാന്റെ തടി എന്നാക്കാന്നല്ലാണ്ട് പിണറായി വിജയൻ തന്നെ തോക്കുവെച്ചാണ്. ഇന്നത്തെ കാലം അതാണ്. കരാട്ടയും കുമ്പൊക്കെ മുളക് പൊടി കണ്ണിൽ വീണ സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. കൈമരെ അറിയാം നിങ്ങൾക്ക്. ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിൽ കരാട്ടയും പഠിച്ച് സമുദായത്തെ രക്ഷിക്കാൻ പോകണം. ആരെയാണോ നിങ്ങൾ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? നട്ടപ്പാതിരെ ആളുകളെ ആക്രമിച്ചിട്ട് പ്രതിരോധത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും നിങ്ങൾ പ്രതിരോധിക്കുന്നില്ല.